ഹലോ ഫ്രണ്ട്സ്, ഏകദേശം എല്ലാവരും നമ്മുടെ നീറ്റ് സിലബസൊക്കെ ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളവർക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ റിവിഷൻ നടക്കേണ്ട സമയമാണിത്. ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോവാം. ആദ്യമായിട്ട് നമ്മൾ റിവിഷൻ നടത്തുമ്പോൾ പല ടൈപ്പ് റിവിഷൻസ് ഉണ്ട് അല്ലേ. അതായത് ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ നമ്മൾ നടത്തുന്ന റിവിഷൻസ് ഉണ്ട്, ഡെയിലി നമ്മൾ നടത്തുന്ന റിവിഷൻസ് ഉണ്ട്, അതുപോലെ വീക്കിലി നടത്തുന്ന റിവിഷൻസ് ഉണ്ട്, എക്സാമിൻ്റെ മുന്നായിട്ട് നടത്തുന്ന റിവിഷൻസ് ഉണ്ട്. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് റിവിഷൻസ് ഉണ്ട്. ഇപ്പം ഇവയെല്ലാം എങ്ങനെയാണ് നടത്തുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ റിവിഷൻ വളരെ എഫക്റ്റീവ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു പലതരം റിവിഷൻസ് ഉണ്ട്. അതായത് എല്ലാ ദിവസവും 1 അവർ, മിനിമം 1 അവർ നമ്മൾ ഡെയിലി റിവിഷന് വേണ്ടി മാറ്റിവെക്കണം. അതായത് തലേ ദിവസം പഠിച്ചിട്ടുള്ള എല്ലാ പോർഷൻസും, അത് ലെക്ചേഴ്സ് ആവട്ടെ, ലെക്ചർ നോട്ട് ആവട്ടെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തതാവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതാവട്ടെ, ഇതെല്ലാം റിവിഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു 1 അവർ നമ്മൾ ഏറ്റവും നല്ലത് ഏർലി മോർണിംഗിലുള്ള ആ സമയമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ വിഷ്വൽ ഏരിയയൊക്കെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് മിനിമം 1 അവറെങ്കിലും എടുത്തിട്ട് നമ്മൾ ഡെയിലി റിവിഷൻ നടത്തണം. ഇനി എക്സാമിന് തൊട്ട് മുമ്പുള്ള റിവിഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി വരെയൊക്കെ, അല്ലെങ്കിൽ ജനുവരി വരെ, അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഡിസംബർ വരെ നമ്മുടെ കണ്ടൻറ്റ് ഡെലിവർ ചെയ്തു, അക്കാഡമിക് ഡെലിവറി നടന്നു. അതിൻ്റെ ശേഷം നമ്മൾ മെയ് മാസത്തിന് മുന്നായിട്ടുള്ള റിവിഷൻ. ഈ ഒരു റിവിഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രിപ്പറേഷനിലെ ഒരു സ്റ്റെപ്പാണ്. അവിടെ വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളോടുമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ റിവിഷന് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണ്, അതായത് നമ്മുടെ അക്കാഡമിക് ജേണിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ചില ആളുകൾ 1 ഷോട്ട് വീഡിയോസ് കണ്ടിട്ടാണ് റിവിഷൻ നടത്തൽ. 1 ഷോട്ട് റിവിഷൻ ഉപകാരപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും അതിൻ്റെ ലെക്ചർ കണ്ട് പഠിക്കാനുള്ള സമയമില്ല. അത്തരം ആളുകൾക്കാണ് കൂടുതലായിട്ടും 1 ഷോട്ട് വീഡിയോ ഉപകാരപ്പെടുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ത്രൂ ഔട്ട് ദി ഇയർ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവിഷൻ നടത്തേണ്ടത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള NCERT ബുക്സ്, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽസ്, നമ്മുടെ ക്ലാസ് നോട്ട്സ്, അതുപോലെ എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാം പേപ്പേഴ്സ്, നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിവിഷൻ നടത്തേണ്ടത്. അതാണ് നമ്മുടെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കേണ്ടത്. പുതിയൊരു മെറ്റീരിയലും നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇനി അത് തന്നെ തിയറി നമുക്ക് ഫുള്ളായിട്ട് റിവിഷൻ നടത്താം. തിയറി ഫുള്ളായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അത് നമ്മുടെ മൈൻഡിലൂടെ ഒന്നുകൂടി കടന്നു പോകും. ഇനി റിവിഷൻ നടത്തുന്ന പ്രോസസ്സ്, അത് നമ്മൾ പ്യുവർ റീഡിങ്ങിന് പകരം നമ്മൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ റിവിഷൻ നടത്തേണ്ടത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്റർ വായിച്ച് കഴിഞ്ഞതിന് ശേഷം നോട്ട്ബുക്ക് അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ അടച്ചു വെച്ചിട്ട് അത് സ്വന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കൃത്യമായി പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് റീകോളിംഗ് എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ ചെയ്യണം. എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് കാണാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ആ രൂപത്തിലാണ് റിവിഷൻ ചെയ്യേണ്ടതും. അതല്ല എങ്കിൽ നമ്മൾ വായിച്ചു പോയാൽ ചിലപ്പോൾ അത് നമ്മളെ മൈൻഡിൽ പിന്നീട് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ 6 അവേഴ്സ്, ഇപ്പം ഞാൻ ഡെയിലി റിവിഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 6 അവർ അല്ലെങ്കിൽ 8 അവറൊക്കെ എടുത്തിട്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, അതല്ലെങ്കിൽ 8 അവർ ഒരു ദിവസം നമ്മൾ പഠിച്ചു. ആ 8 അവേഴ്സ് പഠിച്ചത് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ റിവിഷൻ നടത്താൻ വീണ്ടും 8 അവർ ഉപയോഗിക്കാൻ പാടുണ്ടോ? അങ്ങനെ പറ്റൂല അല്ലേ. പക്ഷേ ചില കുട്ടികളൊക്കെ, ചില സ്റ്റുഡൻസൊക്കെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ പഠിച്ച അതേ സമയം തന്നെ റിവിഷൻ നടത്താനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അവൻ ചെയ്ത് നോക്കിയിട്ടുള്ള എല്ലാ
ക്വസ്റ്റ്യൻസും ഒന്നുകൂടെ ചെയ്ത് പഠിച്ചതൊക്കെ ഒന്നുകൂടി പഠിച്ച് അതിന് ശേഷം ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം. അങ്ങനെ ചെയ്യേണ്ടതില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു നിലക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യുക. അത് മാത്രം എന്ത് ചെയ്താൽ മതി, റിവിഷൻ നടത്തുന്ന സമയത്ത് ചെയ്താൽ മതി. തിയറി നമ്മൾ ഫുള്ളായിട്ട് റിവിഷൻ നടത്തുക. അപ്പോൾ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ 1 അവറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിവൈസ് ചെയ്യാൻ പറ്റണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ റിവിഷൻ. അത്രയും ടൈം നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. എന്നാൽ മാത്രമേ അതിനെ നമ്മൾ റിവിഷൻ എന്ന് വിളിക്കുക പോലും ചെയ്യുള്ളൂ, അല്ലേ? ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെ റിവിഷൻ വളരെയധികം എഫക്റ്റീവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട്, ഞാൻ നേരത്തെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്ന സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് പോലെ വായിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത്, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്സ് ഒക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ. വിഷ്വലൈസ് ചെയ്ത് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഓർമ്മിക്കാവുന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ട് റിവിഷൻ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും പഠിച്ച അത്രയും സമയം തന്നെ നമുക്ക് റീകോൾ ചെയ്യാനും അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനും നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് പാർട്ടും വിഷ്വലൈസിങ് പാർട്ടും വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റീകോൾ ചെയ്യാൻ വളരെയധികം എളുപ്പമാവും. പിന്നെ ഇനി നമ്മൾ കണ്ടൻറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അക്കാഡമിക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നല്ല ഒരു റിവിഷൻ ഷെഡ്യൂൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കൂടുതൽ ആളുകളും ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്, ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇനി നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ്, നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തപ്പം അല്ലെങ്കിൽ നമ്മുടെ വീക്കിലി ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തപ്പം അതിൽ ഏറ്റവും കുറവ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചാപ്റ്റേഴ്സിനൊക്കെ കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ ടൈം കൊടുത്തിട്ട് ഉള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിട്ടാൽ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.